സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. കഴിഞ്ഞ ദിവസം വലതുപക്ഷ ചിന്തകൻ വക്താവായ TG മോഹൻദാസ് പുറത്തിറക്കിയൊരു വീഡിയോ, ആ വീഡിയോ കാണുവാനിടയെ തുടർന്നു. ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകളെക്കുറിച്ചുള്ള വീഡിയോയാണ്. ആ വീഡിയോയോടുള്ളൊരു പ്രതികരണമാണ് ഇന്ന് നമ്മൾ പുറത്തിറക്കുന്ന പാഠഭേദത്തിൽ നമ്മളൊന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. TG മോഹൻദാസ് പറഞ്ഞത് അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. അല്ല എങ്കിൽ സംശയമുള്ളവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്തു, USA വെബ്സൈറ്റിൽ, അതായത് USA ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തു. അതിനകത്ത് മോഹൻദാസ് പറയുന്നത് അമേരിക്ക ഒരു ഒഫീഷ്യലി ക്രിസ്ത്യൻ രാജ്യമാണെന്ന് എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്കങ്ങനെ കാണുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അമേരിക്ക ഒരു മതനിരപേക്ഷ രാജ്യമാണ്, സെക്കുലർ കൺട്രിയാണ്. ഒഫീഷ്യലി അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമല്ല എന്ന വിവരമാണ് എനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നത്. പല രീതിയിൽ ഞാനത് വെരിഫൈ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണോ, ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യമാണോ എന്ന് ചെക്ക് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അമേരിക്കയുടെ ചരിത്രം പഠിച്ചാൽ അതിനകത്ത് പിൽഗ്രിം ഫാദേഴ്സിനുള്ള ഒരു പ്രാധാന്യമുണ്ട്. അമേരിക്കയിൽ ബഹുഭൂരിപക്ഷവും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനം അമേരിക്കയിലുണ്ട്. ഇതൊക്കെ സത്യമാണ്. അമേരിക്കയുടെ നോട്ടിലൊക്കെ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഇനാഗുറേഷൻ ഫംഗ്ഷനുകളിൽ ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞയെടുക്കുന്ന, അല്ലായെങ്കിൽ ക്രിസ്തീയ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്ന രീതികളൊക്കെ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ അമേരിക്ക ഒരു സെക്കുലർ രാജ്യമാണ്. ഒഫീഷ്യലി അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമല്ല എന്ന യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ്. TG മോഹൻദാസ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങൾ, അതായത് അമേരിക്കയിലെ ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് പാസ്റ്റേഴ്സ് വന്ന് പ്രാർത്ഥിച്ചു, പുരോഹിതന്മാർ വന്ന് പ്രാർത്ഥിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുവല്ലോ. നമ്മുടെ രാജ്യത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അങ്ങനെ എന്തെങ്കിലും നടത്തിയാൽ അതിന് വിമർശനങ്ങളുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുവാൻ ഇടയായിത്തീർന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലാകും. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കുന്ന ചടങ്ങുകൾക്കും ഇവിടുത്തെ റിലീജിയൻ്റെ, അതായത് എന്തെങ്കിലും ഒരു ഭാഗമുണ്ടാകണം, ഇന്ത്യയും അമേരിക്കയെ പിന്തുടരണം, അതല്ലേ നല്ലത് എന്ന ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വ്യത്യാസം മനസ്സിലാക്കണം. ഇന്ത്യ ഒരു പൂർണ്ണ സോഷ്യലിസ്റ്റ് സെക്കുലർ രാജ്യമാണ്, അമേരിക്കയും ഒരു സെക്കുലർ രാജ്യമാണ്. അമേരിക്കയിൽ നടന്ന പ്രാർത്ഥനകളെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ TG മോഹൻദാസ് അങ്ങനെ പ്രഖ്യാപിക്കുവാൻ ഇടയായിത്തീർന്നത്. അമേരിക്കയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നടക്കുന്ന പ്രാർത്ഥന അത് സർവമത പ്രാർത്ഥനയാണെന്ന് ഞാൻ വാദിച്ചാൽ എനിക്കറിയില്ല ആസാദിയുടെ എത്ര പ്രേക്ഷകർ അത് അംഗീകരിക്കുമെന്നുള്ളത്. ഞാനത് തെളിയിച്ചു തരാം. കാരണം പാസ്റ്റേഴ്സാണ് അവിടെ പ്രാർത്ഥിച്ചത്. ഇപ്രാവശ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു പാസ്റ്ററും, അതായത് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റി, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാസ്റ്ററും, എപ്പിസ്കോപ്പൽ ക്രിസ്ത്യാനിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അച്ഛനും, പിന്നെ ഒരു ജൂത റബായിയുമാണ് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നത്. ചുരുക്കി പറഞ്ഞാൽ അത് സർവമത പ്രാർത്ഥനയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർക്ക് ഉള്ള ഇനാഗുറേഷൻ ഫംഗ്ഷന് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാർ ഒരിക്കൽ പോലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയില്ല. കാരണം അവരെല്ലാം പ്രാർത്ഥിക്കുന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാണ്. ഗോഡ് എന്ന പദം ഒരു സർവനാമമാണ്. ഏത് മതത്തിലെ ദൈവത്തെയും ഗോഡ് എന്ന് വിളിക്കുവാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ, ഒരു പ്രത്യേക ദൈവത്തിൻ്റെ പേര് പറഞ്ഞല്ല പ്രാർത്ഥിക്കുന്നത്. ഒരു സർവമത പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനകൾ. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഈ രാജ്യം ദൈവത്തിൻ്റെ രാജ്യമാണെന്ന് പറയുമ്പോൾ TG മോഹൻദാസിൻ്റെ ഒരു അവകാശവാദം അതാണ്. ഈ രാജ്യം ദൈവത്തിൻ്റെ രാജ്യമാണെന്ന്, അവർ ലാൻഡ് ഓഫ് ഗോഡ് ആണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അത് ഒരു 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 സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ്. ഉദാഹരണം പറഞ്ഞാൽ, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പറയാറില്ലേ, അതിൻ്റെ അർത്ഥം ഏത് ദൈവത്തിൻ്റെ നാടെന്ന, അത് എല്ലാ മതക്കാരുടെയും വിശ്വാസത്തിലൊരു ദൈവമുണ്ട്. അപ്പോൾ എല്ലാ മതക്കാർക്കും അംഗീകരിക്കുവാൻ പറ്റുന്ന ഒരു പദമാണ് ഗോഡ് എന്നുള്ളൊരു പദം. കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേരളം ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ നാടാണെന്നല്ല
അത് നമ്മൾ മനസ്സിലാക്കണം. ടി.ജി. മോഹൻദാസ് അങ്ങനെയാണ് വാദിക്കുന്നത്. ലാൻഡ് ഓഫ് ഗോഡ് എന്ന് അമേരിക്കയെ വിളിച്ചു ആ പ്രാർത്ഥനയിൽ. അതുകൊണ്ട് അമേരിക്ക ഏതോ ഒരു പ്രത്യേക മതക്കാരുടേതാണ് എന്നുള്ള അർത്ഥത്തിൽ ആണ് ആ പ്രാർത്ഥന വന്നതെന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നത് കാണുവാനിടയായി തീർന്നു. സത്യം അതല്ല. ഗോഡ് എന്ന സർവ്വനാമമാണ് എപ്പോഴും അവർ ആ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്നത്. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും പല മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ആർക്കും പരിക്കേക്കാത്ത ഒരു പദപ്രയോഗമാണ് ഗോഡ് എന്നുള്ള പദം. എല്ലാ മതക്കാർക്കും അവരുടെ ദൈവമെന്ന് വിശ്വസിക്കാം എന്നതുള്ളതാണ് സത്യം. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ ഓർത്തിരിക്കുന്നുണ്ടാകാം, റിക് വാറൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഒബാമയുടെ ഇനാഗുറേഷൻ ഫംഗ്ഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടു. അന്ന് വലിയൊരു വിവാദമുണ്ടായത് എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടെന്ന്. അദ്ദേഹം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും എന്നുള്ള ഒരു പ്രചരണമുണ്ടായി. കാരണം അദ്ദേഹം അത്രയധികമായിട്ട് ഈ വിഷയങ്ങളിൽ പ്രത്യേക വാല്യൂസ് കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ പ്രശസ്തമാകുന്ന പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. പർപ്പസ് ഡ്രിവൺ ലൈഫ്, പർപ്പസ് ഡ്രിവൺ ചർച്ച്, ഈ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമാകുന്ന പുസ്തകങ്ങളാണ്. വളരെ ശക്തനായ ഒരു ഇവാഞ്ചലിക്കൽ പാസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം ഗോഡ് എന്ന സർവ്വനാമം ഉപയോഗിക്കത്തില്ല, ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പ്രാർത്ഥിക്കുമെന്ന് വ്യാപകമായ ഒരു ചിന്തയുണ്ട്. അന്ന് വലിയ വിവാദമായിരുന്നത്. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കുമോ, അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്നൊക്കെ അമേരിക്കൻ മീഡിയാസ് ചർച്ച ചെയ്തു. കാരണം അവർക്കറിയാം ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം അത് ഒരു സെക്കുലർ രാജ്യത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങായതുകൊണ്ട് ഒരു പർട്ടിക്കുലർ റിലീജിയനെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു പ്രാർത്ഥന ഉണ്ടാകാൻ പാടില്ല എന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ഗോഡെന്നെ അദ്ദേഹത്തിന് ഉപയോഗിക്കുവാൻ അനുവാദമുള്ളൂ എന്ന തരത്തിലുള്ള ചർച്ചകൾ ആ സമയങ്ങളിൽ നടന്നു. അവസാനം റിക് വാറിന് അങ്ങനെ പറ്റത്തില്ല. അദ്ദേഹം ഇൻ ദ നെയിം ഓഫ് ജീസസ് പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ അവസാനമായിട്ട് റിക് വാറിന് എങ്ങനെയാണ് തടി തപ്പിയതെന്നറിയാം. അദ്ദേഹം ഒരു ചെറിയ സൂത്രപ്പണി കാണിച്ചു. അദ്ദേഹം ആ സത്യപ്രതിജ്ഞ ചടങ്ങിന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു നിർത്തിയത്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസമുണ്ട്. സാധാരണ പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, വി എന്നോ അവർ ഗോഡെന്നോ ഒക്കെ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ദൈവം അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ റിക് വാറൻ ആ വിവാദം ഒഴിവാക്കാൻ വേണ്ടി ചെയ്തത്, തനിക്ക് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം, പക്ഷേ അമേരിക്കയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ അങ്ങനെ ഒരു പരിചയമില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളല്ല പ്രാർത്ഥിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ രക്ഷകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, എൻ്റെ ദൈവമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു സന്ദർഭം അല്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒരു സൂത്രപ്പണി ഒപ്പിച്ച് രണ്ടുപേരും തടി തപ്പി എന്ന് പറയാം. ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാവെന്ന് പറയുന്നവരും അല്ല യേശുവിൻ്റെ നാമത്തിൽ പറയണമെന്ന് പറഞ്ഞ ആളുകളും രണ്ടുപേരും തടി തപ്പി എന്ന് പറയും. ഇതൊക്കെയാണ് അമേരിക്കയുടെ ചരിത്രം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇപ്രാവശ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ട്രംപ് ബൈബിൾ തൊട്ടല്ല സത്യം ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ബൈബിൾ തൊട്ടാണ് സത്യം ചെയ്തത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പ്രാവശ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള പ്രകടമായൊരു വ്യത്യാസം, പാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരു യഹൂദ റബായും പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് അദ്ദേഹം ബൈബിളിൽ കൈവച്ചില്ല. എന്തുകൊണ്ടാണ്? അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ മീഡിയകൾ ചർച്ച ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരഭിപ്രായം, അദ്ദേഹം ഇന്ന് വരെ അറിയപ്പെട്ടത് ഒരു തീവ്രവാദ വലതുപക്ഷ ക്രിസ്ത്യാനി എന്ന രീതിയിലാണ്. എന്നാൽ ട്രംപ് ആ മുഖച്ഛായ ഒന്ന് മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ട്രംപ് എല്ലാവരുടെയും പ്രസിഡൻ്റാണ് എന്നൊരു സന്ദേശം, അതായത് ഞാൻ ക്രിസ്ത്യാനികളുടെ മാത്രം പ്രസിഡൻ്റ് അല്ല, ഞാനൊരു സെക്കുലർ പ്രസിഡൻ്റാണെന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് കൈമാറുവാൻ വേണ്ടിയാണ് അദ്ദേഹം ബൈബിളിൽ കരം വെക്കാഞ്ഞത് എന്ന ഒരു അഭിപ്രായം എനിക്കുമുണ്ട്. മാത്രമല്ല അതോടൊപ്പം തന്നെ ട്രംപ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന തൻ്റെ പത്നിയുടെ കയ്യിൽ 2 ബൈബിളും പിടിപ്പിച്ചുകൊണ്ടാണ് നിർത്തിയത്. 2 ബൈബിൾ എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മച്ചി കൊടുത്ത ഒരു ബൈബിള്, അതോടൊപ്പം തന്നെ എബ്രഹാം ലിങ്കൻ്റെ ബൈബിള്, അന്ന് എബ്രഹാം ലിങ്കൻ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിള്, ഈ 2 ബൈബിളും കരുത്തിൽ പിടിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഭാര്യ അവിടെ നിന്നത്. പക്ഷേ ആ ബൈബിളിൽ അദ്ദേഹം തൊടുവാൻ ഇടയായിത്തീർന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരു ജൂത പുരോഹിതൻ വന്ന് പ്രാർത്ഥിക്കുന്നു. ട്രംപ് ബൈബിളിൽ തൊടുന്നില്ല. ഈ 2 കാര്യങ്ങൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ട്രംപ് കൊടുക്കുന്ന സന്ദേശം അമേരിക്ക ഒരു സെക്കുലർ രാജ്യമാണ് എന്ന അമേരിക്കയുടെ ആശയം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആശയം, താൻ ഒരു ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു വലതുപക്ഷ പ്രസിഡൻ്റ് ആയിരിക്കുകയില്ല എന്നൊരു സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നതെന്ന് ആ ചടങ്ങുകൾ സകൂതം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, അമേരിക്കയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ ദൈവത്തിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയൻ്റെ ദൈവത്തിൻ്റെ നാമം എടുത്തല്ല പ്രാർത്ഥിക്കുന്നത്. ഒരു കൺക്ലൂഷനായി എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയോ ലോകത്തിലെ ഏത് സെക്കുലർ രാജ്യങ്ങളോ ഒരു ദൈവനാമത്തിൽ
സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിച്ച് ചടങ്ങുകൾ തുടങ്ങുന്നത് കൊണ്ടോ തെറ്റൊന്നുമില്ല. നമ്മുടെ മന്ത്രിമാരും ഒക്കെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തല്ലേ അവരുടെ ആ ടേം തുടങ്ങുന്നത്. അപ്പോൾ അവർ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ഏത് ദൈവത്തിൻ്റെ നാമമായി ഒരു പർട്ടിക്കുലർ ദൈവത്തിൻ്റെ നാമം പറയണമെന്ന് ശഠിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ദൈവം എന്ന പദം സർവ്വനാമമാണ്. അമേരിക്കയും അതേ ചെയ്യുന്നുള്ളൂ, ഇന്ത്യക്കും അത് ചെയ്യാം, ലോകത്തിലെ ഏത് രാജ്യത്തിനും ഏത് സെക്കുലർ രാജ്യത്തിനും അത് ചെയ്യാം. ഇത് ഒരു പ്രതികരണമാണ്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു പ്രതികരണം, പെട്ടെന്ന് ചെയ്ത ഒരു വീഡിയോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.